കള്ളപ്പണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എന്ത് പറയുന്നു? എങ്ങനെയാണ് കള്ളപ്പണം വന്നു പെടുന്നത്? അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂട്ടത്തിൽ യേശു എന്ത് പറയുന്നു? പ്രത്യേകിച്ച് നികുതി കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ യേശു എന്ത് പറയുന്നു? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഈ കള്ളപ്പണം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കള്ളപ്പണം എന്ന് പറയുന്നത് നികുതി കൊടുക്കാതെ നമ്മൾ കൈവശം വെച്ചിട്ടുള്ള പണമാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. കളവ് കാട്ടുക ആണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് തരത്തിൽ. ഒന്ന്, കട്ടെടുക്കുന്ന പണം, അത് കള്ളപ്പണമാണ്. ആരുടെയെങ്കിലും തട്ടിപ്പറിച്ച് ലൂട്ട് ചെയ്തെടുക്കുന്ന പണം, അത് കള്ളപ്പണമാണ്, കളവ് കാണിച്ചെടുക്കുന്നതാണ്. രണ്ട്, നിങ്ങൾ ആരെയും കട്ടെടുത്തതല്ല, നിങ്ങളുടെ കയ്യിൽ വന്ന് അതിന് നിങ്ങൾ നിയമപ്രകാരം ഒരു ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടയ്ക്കാതെ നിങ്ങൾ കൈവശം വയ്ക്കുന്ന പണം, അതും കള്ളപ്പണമാണ്. ഇത് രണ്ടുമാണ് കള്ളപ്പണം. കട്ടെടുത്തതിന് ആരെങ്കിലും ടാക്സ് അടയ്ക്കുമോ? ഞാൻ ഇത്ര രൂപ മോഷ്ടിച്ചു, അതിന് എത്ര റുപ്യ ടാക്സ് ഗവൺമെൻറ്റിന് കൊടുത്താൽ അത് വെള്ളപ്പണമായി മാറുമോ? മാറില്ല. അവൻ ജയിലിൽ പോകും, ഉറപ്പാ. നമുക്ക് അക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. കളവ് രാജ്യത്തിൻ്റെ നിയമത്തിനും എതിരാണ്, ദൈവത്തിൻ്റെ നിയമത്തിനും എതിരാണ്. അപ്പോൾ കട്ടെടുത്ത പണത്തിന് ടാക്സ് അടച്ചാൽ ആ പണം വെള്ളപ്പണമാകില്ല. ഇനി കള്ളപ്പണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏതെല്ലാം സ്രോതസ്സുകളിലാണ്? ഒന്ന്, വസ്തുക്കൾ വിൽക്കുമ്പോൾ. അത് ഭൂമി മാത്രമല്ല, വസ്തുക്കളെന്ന് പറഞ്ഞപ്പോൾ ഭൂമി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വിൽക്കുമ്പോൾ ആ വിറ്റ സംഖ്യ നമ്മൾ വരവ് വയ്ക്കണമെന്ന് നിർബന്ധമാണ്. വരവ് വയ്ക്കണം. ഇതിന് ഓരോ വീട്ടിലും ഒരു കണക്ക് പുസ്തകം ഉണ്ടാവണം. എത്ര പണം വന്നു, എങ്ങനെയൊക്കെ ചെലവ് ചെയ്തു എന്ന് ഒരു കൈപ്പുസ്തകം ഓരോ വീട്ടിലുണ്ടാവണം. അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എഴുതിയതൊന്നും ആവണമെന്നില്ല, നമ്മൾ തന്നെ കുറിച്ച് വെച്ചാൽ മതി. ഞാനൊക്കെ എൻ്റെ അപ്പൻ ഞാൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അപ്പൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നാളികേരം വിറ്റ് വന്നാൽ ഇത്ര നാളികേരം, ഈ മാസം ഇത്ര നാളികേരം ഇത്ര റുപ്യ വിറ്റ് വന്നു. അതുപോലെ ചിലവാകുന്ന പണം മുഴുവൻ എഴുതി വയ്ക്കും. ഓരോ ദിവസവും എത്ര റുപ്യ, എത്ര കൂലിക്കാരൻ നിന്നു. അന്ന് ഒരു കൂലിക്കാരന് 2 രൂപയും 3 രൂപയൊക്കെയാണ്. നാളികേരം വിറ്റാലും കിട്ടുന്നത് അതുപോലെ തന്നെയാണ്. 4 അണയൊക്കെയാണ് ഒരു നാളികേരത്തിന്. അതൊക്കെ വരവ് വയ്ക്കുകയും ചെലവെഴുതുകയും ചെയ്തിരുന്നു. ഞാൻ അപ്പൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയോ അപ്പന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഞാനൊക്കെ അത് ചെറുപ്പത്തിലെ തന്നെ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. ഇത് വീട്ടിലാണ് ഈ കണക്കുകൾ തുടങ്ങേണ്ടത്. എന്ത് ചെലവ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ പേരിൽ ചെലവ് എഴുതി വയ്ക്കാം. അപ്പൻ്റെ പേരിൽ ഇത്ര ചിലവ് വന്നു, അപ്പൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഇത്ര, അമ്മയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇത്ര വന്നു, മക്കളെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കായിട്ട് ഇത്ര വന്നു എന്ന് കണക്ക് എഴുതി വയ്ക്കണം. ഞാൻ മാതാപിതാക്കളോട് പറയാറുള്ള കാര്യങ്ങളിൽ ഒന്ന്, മക്കൾക്ക് പൈസ കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് ചോദിച്ച് മനസ്സിലാക്കണം, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ്, നമുക്കിത് വാങ്ങാനായിട്ടുള്ള കഴിവുണ്ടോ, ഇതില്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഒഴിച്ചു വയ്ക്കാൻ പറ്റുമോ ചോദിക്കണം. ചോദിക്കാൻ പറ്റാത്തതാണ് എന്ന് കണ്ടാൽ പൈസ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ചെലവ് ചെയ്തു എന്ന് ആ കുട്ടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം.
ചോദിച്ച് മനസ്സിലാക്കണം. എന്തൊക്കെ ചെലവ് ചെയ്തു, ഇനി എന്ത് ബാക്കിയുണ്ട്, ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പറയാം വെച്ചോളോ. അത് നല്ലൊരു ശീലമാണ്. ബാക്കി വരുന്നത് വെക്കാനായിട്ട്. ബാക്കി വരുന്നത് തിരിച്ചു കൊടുക്കേണ്ടി വന്നാലോ, തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും അത് ചിലവാക്കണമെന്നൊരു ചിന്തയുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ വീടുകളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ആ വീട്ടിൽ കണക്ക് ബോധിപ്പിക്കണം ആദ്യം. ഒരു ജോലിക്കാരൻ ജോലിക്ക് പോയി, അന്ന് 2 രൂപ 4 രൂപ ഒക്കെയാണ് കൂലി. ഇന്ന് ഒരുത്തൻ ജോലിക്ക് പോയി വന്നാൽ 700 രൂപ, 1000 രൂപ. ഈയിടെ ദിവസക്കൂലി 1000 രൂപയായിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായി. 1000 രൂപ ഉണ്ടെങ്കിലേ അവർ വരുള്ളൂ. അവരത്രയും പണിയെടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 1000 രൂപ ജോലി ചെയ്ത് കിട്ടിയാൽ ആ വ്യക്തി അത് വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ഒരു ബാങ്ക് പോലെ കണക്കാക്കണം. ആ സംഖ്യ അവിടെ വന്നു, അത് വീട്ടുകാരെല്ലാവരും അറിയും. 1000 ഉറുപ്പ്യ വന്നിട്ടുണ്ട്. അതെങ്ങനെ ചിലവാക്കുന്നു? പലപ്പോഴും ഇങ്ങനെയല്ലല്ലോ. 1000 രൂപ കിട്ടുന്നവൻ 500 രൂപയ്ക്ക് കുടിച്ച് ഉന്മത്തനായിട്ടാണ് അവൻ വരണത്. 500 രൂപ അവൻ കളഞ്ഞു. 500 രൂപ കിട്ടിയ ഈ മക്കളും ഭാര്യയും മക്കളും അവരിത് കാണുകയാണ്, മക്കളത് കാണുകയാണ്. 500 രൂപ അപ്പൻ കുടിച്ചു. ഞങ്ങൾ ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ പകുതി അപ്പനെടുത്തു. ഇതൊരു സോഷ്യൽ ഇൻജസ്റ്റിസാണ്. സോഷ്യൽ ഇൻജസ്റ്റിസ് എന്നുള്ളതിനൊക്കെ പറയാൻ ഫാമിലി ഇൻജസ്റ്റിസാണ്. അപ്പൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണത്തിന് മക്കൾക്കും ഒക്കെ അവകാശമുണ്ട്. ഈ അവകാശം നമ്മുടെ ലീഗലായിട്ടുള്ള അവകാശമല്ല. ഇപ്പോൾ ഒരു വീട്, അപ്പൻ പണിത ഒരു വീട്, ആ വീട്ടിൽ ആൺമക്കൾക്ക് താമസിക്കണമെങ്കിൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആൺമക്കൾ താമസിക്കണമെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ അനുവാദം വേണം എന്നാണ് സുപ്രീം കോടതിയുടെ നിയമമാണത്, വിധിയാണ്. പെൺമക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ആൻസസ്ട്രലായിട്ട് അപ്പന് കിട്ടിയ ഒരു വീടാണ് അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് അപ്പന് കിട്ടി. അപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ ആ അപ്പൻ്റെ എല്ലാ മക്കൾക്കും, ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒക്കെ തുല്യ അവകാശമാണ്. അപ്പൻ സ്വയാർജിതമായി ഉണ്ടാക്കിയ വീട്ടിൽ ആൺമക്കൾ പ്രായപൂർത്തിക്ക് ശേഷം താമസിക്കണമെങ്കിൽ അത് അപ്പൻ്റെ അമ്മയുടെ അനുവാദം വേണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഫാമിലി ജസ്റ്റിസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ ജോലിക്കാരൻ 1000 രൂപ കിട്ടി 500 രൂപ കുടിച്ച് കളയുന്നത് ഒരു ഫാമിലി ഇൻജസ്റ്റിസാണ്. ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കണില്ല. അപ്പൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ അധ്വാനിച്ചു, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. ഒക്കെ തെറ്റാ. ആ 500 രൂപ കള്ളപ്പണമായിട്ട് പോയി. മക്കൾക്ക് കിട്ടേണ്ടതാണ്. അത് ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ടതാണ്, അത് കിട്ടിയില്ല. ഇനി ഒരു തരം വസ്തു വിൽക്കുമ്പോൾ, ഇന്ന് ആരും തന്നെ വസ്തു ശരിക്കുള്ള വിലയ്ക്ക് വിൽക്കുന്നില്ല. വസ്തുക്കൾക്ക് വില ഇങ്ങനെ കൂടിപ്പോയി. മുമ്പ് അങ്ങനെയില്ലായിരുന്നു. വസ്തുക്കൾക്ക് വില കുറവാണ്. ഇപ്പോൾ ഭൂമിക്ക്, വസ്തു എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ഭൂമിയാണ്. ഭൂമിക്ക് കണ്ടമാനം വില കയറി. ഇത് എന്തുകൊണ്ട് വന്നു? ഇത് കള്ളപ്പണത്തിൻ്റെ ഒരു ബാഡ് ഇഫക്റ്റാണ്. എന്ത് കാര്യത്തിനും നന്മയും തിന്മയുണ്ട്. നല്ല വശമുണ്ട്, തിന്മയുടെ വശമുണ്ട്. കള്ളപ്പണത്തിൻ്റെ ഒരു തിന്മയാണിത്. കണ്ടമാനം വില കയറി. എന്ത് ചോദിച്ചാലും വില പറഞ്ഞാൽ അത് വെച്ചിട്ട് വാങ്ങുന്ന ആൾക്കാർ, അവരുടെ കയ്യിൽ അത്രമാത്രം കള്ളപ്പണം വരികയാണ്. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ വില കാണിക്കുന്നത്.
ഈ യഥാർത്ഥ വിലയും ഇതും തമ്മിലുള്ള വ്യത്യാസം ആണ് കള്ളപ്പണമായിട്ട് മാറുന്നത്. വിൽക്കുന്നവന് അത്രയും കള്ളപ്പണം വന്നു ചേരുന്നു, വാങ്ങുന്നവന് അത്രയും കള്ളപ്പണം കയ്യിൽ നിന്ന് പോകുന്നു. കള്ളപ്പണം വന്നു ചേരുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വെച്ചാൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടാത്തവരും ധാരാളം ഉണ്ട് കേട്ടോ. ആ ഇഷ്ടപ്പെടുന്നവന് ഈ കള്ളപ്പണം സഹായകരമായി. അത് കള്ളപ്പണം എങ്ങനെയെങ്കിലും ചിലവാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തിയുണ്ട്, അവനും അത് ഒരു നന്മയായി മാറി. എന്താണതിൻ്റെ പരിണിതഫലം? വസ്തുക്കളുടെ വില, ഭൂമിയുടെ വില കൂടി. ഒരു ചെറിയ കൂര വയ്ക്കാൻ 5 സെൻറ്റോ 3 സെൻറ്റോ വാങ്ങാൻ ഒരുത്തൻ ആഗ്രഹിച്ചാൽ അവന് പറ്റാത്ത അവസ്ഥയായി. കള്ളപ്പണത്തിൻ്റെ ഏറ്റവും വലിയ അപകട മേഖല ഇതാണ്. ഏറ്റവും വലിയ അപകട മേഖല. ഒരു കൂര വയ്ക്കാനായിട്ട് പണം സ്വരൂപിക്കാൻ പറ്റാത്തൊരവസ്ഥ സാധാരണക്കാരന്. കള്ളപ്പണം നിലച്ചാൽ തന്നെ ഭൂമിയുടെ വില കുറയും. ഇന്ന് താമസിക്കാൻ ഭൂമിയില്ലാത്തവർക്ക് അത് വാങ്ങാനുള്ള അവസരം വന്നുപെടും. കള്ളപ്പണവേട്ട വളരെ ഏറെ ശ്ലാഘനീയമായ ഒന്നാണ് ഈ പോയിന്റിലൂടെ നമ്മൾ നോക്കുമ്പോൾ. ഇനിയുള്ളത് ജോലി ചെയ്യുന്നിടത്താണ്. നിങ്ങൾ ചോദിക്കും, ജോലി ചെയ്യുന്നിടത്തൊക്കെ കൃത്യമായ ശമ്പളമല്ലേ എന്ന്. അങ്ങനെയല്ല, എല്ലായ്പ്പോഴും അങ്ങനെയല്ല. വളരെ വലിയ ശമ്പളമുള്ള ആൾക്കാർ 2 ലക്ഷം, മാസം 3 ലക്ഷം, 5 ലക്ഷം, 8 ലക്ഷമൊക്കെ ശമ്പളമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ഭാഗം, ആ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കണക്കിൽ കൊടുക്കും. അതായത് മേശയുടെ മുകളിൽ കൂടെ ചെക്കായിട്ടോ അല്ലെങ്കിൽ കണക്കിൽ വരവെച്ച് ചിലവെഴുതി കൊടുക്കും. മറ്റേത് മേശയുടെ അടിക്കൂടെ, എന്ന് വെച്ചാൽ കണക്കിൽ പെടാതെ കൊടുക്കുന്നു. ഇത് കൊടുക്കുന്ന സ്ഥാപനത്തിന് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ വൈറ്റ് മണി എടുത്ത് ബ്ലാക്കാക്കിയതാണെന്ന്? ഇല്ല, അദ്ദേഹത്തിനും അത് ബ്ലാക്കായി കിട്ടുകയാണ്. ഈ ശമ്പളം വാങ്ങിയ ആൾക്ക് അത് ബ്ലാക്കായിട്ട് വരികയാണ്. ഒരാൾക്ക് ബ്ലാക്കായി കിട്ടിയത് അദ്ദേഹം അത് ചിലവാക്കുന്നു. എങ്ങനെയാണ് ഈ ശമ്പളം കൊടുക്കുന്ന ആൾക്ക് ബ്ലാക്കായിട്ട് കിട്ടുന്നത്? ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് കോളേജ് നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു CBSE സ്കൂൾ നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ആളാണ്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം മുഴുവൻ അദ്ദേഹം കണക്കിൽ കാണിക്കുന്നില്ല. മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഒരു അഡ്മിഷന് എത്രയോ ലക്ഷമാണ് ക്യാപിറ്റേഷൻ ഫീ ആയിട്ട് വാങ്ങുന്നത്. ലക്ഷമൊന്നുമല്ല, കോടികളാണ്. കോടി 1.5 കോടി 2 കോടിയൊക്കെ വാങ്ങുന്നു. എൻജിനീയറിംഗ് കോളേജിലും സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഗവൺമെൻറ് കോളേജുകളുടെ ഗവൺമെൻറ് സീറ്റുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വേറെ സീറ്റുകളുണ്ട് മാനേജ്മെൻറ്റിൻ്റെ കൈവശമുള്ള. എന്തിന് മെഡിക്കൽ കോളേജ്, എൻജിനീയറിംഗ് കോളേജ് സാധാരണ കോളേജുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ 40 ലക്ഷം രൂപ കൊടുക്കണം. ഇപ്പോൾ ഒരു കോളേജ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പൈ പോലും വാങ്ങാത്ത ഒരുപാട് കോളേജുകളുണ്ട്, ഒരുപാട് സ്കൂളുകളുണ്ട്. എനിക്ക് തന്നെ അറിയാം, ഒരു പൈ പോലും വാങ്ങാത്ത. ഇങ്ങനെ വാങ്ങുന്നവരുടെ കയ്യിലൊക്കെ നമ്പർ 2 ബ്ലാക്ക് മണി വന്നു ചേരുകയാണ്. സ്രോതസ്സുകളാണ്. കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ
ഒരു ഡൊണേഷൻ കൊടുക്കണം. അതില്ലാതെ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവർ ഡൊണേഷൻ വാങ്ങുന്നുണ്ട്. മിക്കവാറും ഡൊണേഷൻ കൊടുക്കുന്നത് നമ്പർ 2 എമൗണ്ട് എടുത്തിട്ടാണ്. ആ നമ്പർ 2 എമൗണ്ട് എടുത്ത് ബ്ലാക്ക് മണി എടുത്ത് ഡൊണേഷൻ സ്വീകരിച്ചാൽ അത് അവരുടെ കയ്യിൽ ബ്ലാക്ക് മണിയായി വരില്ലേ? ഞാനൊരു നിർബന്ധം വെച്ചിട്ടുണ്ട്. ആര് വന്ന് ചോദിച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും നമ്മൾ കൊടുക്കുന്നത് ചെക്കായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയം നടത്താൻ പറ്റുമോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അതിൽ ചെന്ന് പെട്ടിട്ട് ചിലപ്പോൾ തെറ്റിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റൻഷനൊക്കെ തുടക്കത്തിൽ ഒന്ന് നല്ലതാണ്. ഈ രാഷ്ട്രത്തിനെ ഉയർത്തി മറ്റ് രാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, ഇതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുണ്ടാകുന്നത്. അവർക്ക് വ്യൂ പോയിൻ്റ്, അപ്പോൾ എല്ലാം കൂടി ഒരു പാർട്ടിയല്ലേ വേണ്ടോ? അല്ല, അവരുടെ വീക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരൊന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കൊടുക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. കൊടുക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അവർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടാണ്. ഞാനെപ്പോഴും അങ്ങനെ കാണുള്ളൂ. ഒരാളോ രണ്ടാളോ വഴി തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് രാഷ്ട്രീയത്തിൻ്റെ വഴി തെറ്റിപ്പോയി എന്ന് ഞാൻ പറയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും വഴി തെറ്റിപ്പോയവരുണ്ടാവും. പക്ഷേ മിക്കവാറും അതിൻ്റെ ജനറലായിട്ടുള്ള അതിൻ്റെ ഇൻറ്റൻഷൻ ആ രാഷ്ട്രത്തിൻ്റെ നന്മ തന്നെയാണ്. ഞാനതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വാസ്തവത്തിൽ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇന്ന പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടികളെയും. ആരാണ് നമ്മളാരെങ്കിലും ഇറങ്ങി രാഷ്ട്രത്തിന് വേണ്ടി പ്രവൃത്തിയെടുക്കുമോ? ഇല്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുകയാണ്, അവർ രാഷ്ട്രത്തിൻ്റെ കാര്യം നോക്കുകയാണ്. അതുകൊണ്ടാണ് അവരോട് ബഹുമാനം കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് ഡൊണേഷനായിട്ട് കൊടുക്കുന്നത് അത് ബ്ലാക്ക് മണി എടുത്തു കൊടുത്താൽ അവർക്ക് വരവ് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് അവരുടെ കയ്യിൽ ബ്ലാക്ക് മണി ആയിട്ട് വരും. ഇങ്ങനെ വിവിധ സ്രോതസ്സുകളിലൂടെയാണ് ഇത് വരുന്നത്. സ്ഥലം വിൽക്കുമ്പോൾ മുഴുവൻ എമൗണ്ടും കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? കാണിക്കാത്തത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. പട്ടണത്തിലെ വസ്തുക്കൾ വിൽക്കുമ്പോൾ, ഗ്രാമത്തിലെ കൃഷിസ്ഥലം ഒഴിച്ച്, പട്ടണത്തിലായാലും കൃഷിസ്ഥലം ഒഴിച്ച് മറ്റുള്ളതൊക്കെ വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ടാക്സ് കൊടുക്കണം. വാങ്ങിയ വില, അത് എത്ര കാലം കൈവശം വെച്ചു, അപ്പോൾ ആ കൈവശം വെച്ച കാലത്തിനനുസരിച്ച് ആ വാങ്ങിയ വിലയേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ. ആ ഇൻഡെക്സ്ഡ് വാല്യൂ ഇത്ര, വിറ്റ വില ഇത്ര. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ക്യാപിറ്റൽ ഗെയിൻ. ഈ ക്യാപിറ്റൽ ഗെയിനിന് ഒരു ടാക്സ് കൊടുക്കണം. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വില കുറച്ച് കാണിക്കുന്നത്. പക്ഷെ ഇവർക്കറിയില്ല, അത് മുഴുവനായിട്ട് അങ്ങോട്ട് കാണിച്ചാൽ എന്തോരു വലിയ മനസ്സമാധാനമായിരിക്കും എന്നറിയാവോ? വലിയ മനസ്സമാധാനമായിരിക്കും. അത് അറിയാത്തത് കൊണ്ട് ഈ ബ്ലാക്ക് മണി എടുത്ത് വെച്ച് എന്നെ കൊണ്ടു നടക്കുകയാണ്. അത് പിന്നീട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യും. അത് നിയമവശം ആയിട്ട്, നിയമപരമായിട്ട് നമുക്കത് സേവ് ചെയ്യാം. ക്യാപിറ്റൽ ഇത് കൊടുക്കാതെ, ഗെയിൻ കൊടുക്കാതെ. ഒന്ന്, അത് ഒരു ഫണ്ട്, ചില ഫണ്ടുകളുണ്ട്, നാഷണൽ ഹൈവേ ഫണ്ട്, അങ്ങനത്തെ ചില ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളിൽ 50 ലക്ഷം വരെ നിക്ഷേപിക്കാം. 50 ലക്ഷത്തിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണ്ട. ആകെ 50 ലക്ഷമാണ് ലാഭമുള്ളൂ എങ്കിൽ അവിടെ നിക്ഷേപിച്ചാൽ 3-4 അത്രയോ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചെടുക്കാം. അതിന് ഫൈൻ വരില്ല.
അതുപോലെ തന്നെ വേറൊരു വീട് പണിയാനായിട്ട് നമ്മൾ ആ പണം ഉപയോഗിച്ചു, അപ്പോഴും ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടി വരില്ല. അല്ല എങ്കിൽ നമ്മളിത് ബാങ്കിലിട്ടു, അതിന് കിട്ടുന്ന പലിശ, ആ പലിശയ്ക്ക് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് സ്വന്തം പേരിലിടാതെ വേറെ ആരുടെയെങ്കിലും പേരിലിട്ടു. അങ്ങനെയൊക്കെ ബാങ്കിൽ ഇടുന്ന പണത്തിന് വല്ല ഇതുണ്ടോ? 2-2.5 ലക്ഷം മറ്റേ വരെ. അത് ഞാനൊരു ഇൻഡിക്കേഷൻ മാത്രം പറയുന്നു. നിങ്ങൾ എപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കണം, മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാം. എനിക്ക് ഇത്രയും കൂടി പറയാൻ തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. അവർ ഇടയ്ക്ക് ഒരു ക്ലാസ് അവരുടെ ആ അധികാരപരിധി എന്നല്ല, പ്രവർത്തന പരിധിയിലുള്ള ആളുകൾക്ക് ക്ലാസ് കൊടുക്കണം. അവർക്ക് ഇത്തരത്തിലുള്ള ടോക്കുകൾ കൊടുക്കാം. അവരാകുമ്പോൾ കൃത്യമായി പറയും, ഇത്ര ലക്ഷം, ഇത്ര എന്ന് പറയും. അതിൽ സാധാരണക്കാരനും പങ്കെടുക്കണം. ഗവൺമെൻറ്റും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം. അത് സ്കൂളുകളിൽ നടത്താം. അപ്പോൾ ടീച്ചേഴ്സിനും കിട്ടി, കുട്ടികൾക്കും കിട്ടി. കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ ഈ ബോധത്തോടു കൂടിയാണ് അവർ വളർന്നു വരുന്നത്. പള്ളികളിൽ നടത്താം. ഒരിടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ബോധവൽക്കരണ ക്ലാസ്, എങ്ങനെയാണ് കൃത്യമായി ടാക്സ് കൊടുക്കുന്നത്. ഇത് യേശു പറഞ്ഞ കാര്യമാണ്, അല്ലാതെ ബൈബിളിലുള്ളതാണ്, സുവിശേഷമാണത്. 2-3 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, യേശുവിനോട് ചോദിക്കുന്നുണ്ട്, സീസറിന് ടാക്സ് കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന്. യേശു പറഞ്ഞു, ടാക്സ് കൊടുക്കാനുള്ള നാണയം ഒരെണ്ണം കൊണ്ടുവന്ന് എന്നിട്ട് ചോദിച്ചു, ഇതിന്മേലുള്ള പടം ആരുടെയാ? ഇതിന്മേലുള്ള ലിഖിതം ആരുടെയാ? അപ്പോൾ സീസറിൻ്റെ. എങ്കിൽ സീസറിനുള്ളത് സീസറിന് കൊടുക്കൂ എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു, അവരെ ചോദിക്കാത്തൊരു കാര്യം കൂടി പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് അവർ ചോദിച്ചില്ലായിരുന്നു. പക്ഷേ ആ സന്ദർഭം ഉപയോഗിച്ച് യേശു നമ്മളോട് പറയാണ്, ഈ നാണയത്തിൻ്റെ പുറത്ത് സീസറിൻ്റെ പടമുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പടമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം തിരുവചനം, ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഛായ അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ കീറി നോക്കിയാൽ ദൈവത്തിൻ്റെ ഛായ കാണാൻ കഴിയണം. അപ്പോൾ ദൈവത്തിനും കൃത്യമായി യേശു പറഞ്ഞ കാര്യമാണ്. വളരെ കൃത്യമായിട്ട് യേശു പറഞ്ഞു, ഇത് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക. പിന്നെയുണ്ട്, ഒരിക്കൽ പത്രോസ് ചോദിക്കുന്നുണ്ട്, നീതി കൊടുക്കണോ വേണ്ടയോ? അപ്പോൾ യേശു പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയിട്ടിട്ട് ആദ്യം കിട്ടുന്ന മത്സരത്തിൻ്റെ കഴുത്തിൽ, തൊണ്ടയിൽ ഒരു സ്വർണ്ണ നാണയം ഉണ്ടാവും, അതെടുത്ത് നീ നീതി കൊടുക്കുക. അപ്പോൾ യേശു വളരെ കൃത്യമായി ഉത്ബോധിപ്പിച്ച ഒന്നാണ് ടാക്സ് കൊടുക്കണമെന്ന്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനി മാത്രം കൊടുത്താൽ പോരാട്ടോ, ഓരോ ക്രിസ്ത്യാനിയും യേശുവിൻ്റെ പ്രബോധനം ഉൾക്കൊള്ളുന്നുവെങ്കിൽ ടാക്സ് പൂർണ്ണമായി കൊടുക്കണം. ഇനിയും വലിയ ശിക്ഷ കൃത്യമായി കൊടുക്കാത്തത് കൊണ്ട് വലിയ ശിക്ഷയുണ്ടായത് ഞാൻ ഓർക്കുന്നു. അത് അടുത്ത എപ്പിസോഡിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാം.